നിങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി കാണിക്കുന്ന ചില ലക്ഷണങ്ങളെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ എങ്ങനെ പഴയ ആ ഒരു അട്രാക്ഷൻ റീബിൽഡ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ്. അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ താല്പര്യം അതെങ്ങനെ അവരുടെ ഉള്ളിൽ പഴയ പോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അവരോട് പ്രകടിപ്പിക്കുന്ന ഇമോഷണൽ ഡൈനാമിക്സിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഉള്ളിൽ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പറ്റിയുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം സിറ്റുവേഷൻസിൽ പല ആണുങ്ങളും ചെയ്യുന്നത് ആവശ്യമില്ലാതെ അവരുടെ അറ്റൻഷൻ ബെഗ് ചെയ്യുക, അല്ലെങ്കിൽ പിടിച്ചു പറ്റാൻ ശ്രമിക്കുക, അതുമല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഉള്ള വിലയും അല്ലെങ്കിൽ ഉള്ള ഇൻട്രസ്റ്റും നഷ്ടപ്പെടുക മാത്രമാണ് സംഭവിക്കുന്നത്. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കൂടുക മാത്രമല്ല, മറിച്ച് അവർക്ക് നിങ്ങളോട് കുറച്ച് വിലയും കൂടി ഉണ്ടായിരിക്കും. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഇത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചില സ്ത്രീകൾ അവരുടെ പാർട്ട്ണറെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറാറുണ്ട്, അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിനെ തൻ്റെ പാർട്ട്ണർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അയാൾ എത്രത്തോളം ഇമോഷണലി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കാമാണ്, ശാന്തനാണ് എന്നുള്ളതൊക്കെ പരീക്ഷിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അതുപോലെ ചില സ്ത്രീകൾ പാർട്ട്ണറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ ബിഹേവ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായി അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. കാമായിട്ട് നിന്ന് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇത്തരം സിറ്റുവേഷൻസിൽ അവരോട് ദേഷ്യപ്പെടാനോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് പ്രകടിപ്പിക്കാനോ, അതുമല്ലെങ്കിൽ ഈർഷ്യ കാണിക്കാനോ ഒന്നും ശ്രമിക്കരുത്. അവരുടെ അകൽച്ച നിങ്ങളെ ബാധിക്കുന്നില്ലാത്ത മട്ടിൽ നൈസായിട്ട് എന്നെ ഡീല് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് അവരെ ചേസ് ചെയ്യാതിരിക്കുക. ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരാവശ്യമില്ല ചുമ്മാ എന്താ പ്രശ്നം അല്ലെ മെസ്സേജ് അയക്കുക അല്ലെ വിളിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ അവരെ ചേസ് ചെയ്ത് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരം കേസിൽ അവർക്ക് സത്യത്തിൽ ഇതൊക്കെ ഒരു പ്രഷറായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. അവരുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് റീസെറ്റായി അവരെ ഓക്കെ ആയി കഴിയുമ്പോൾ ഓഫ്റ്റൻ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ചില ആളുകൾ ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ ഓക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് ഒരു തടസ്സം വരുമ്പോഴും നമ്മളോടുള്ള താല്പര്യം നഷ്ടപ്പെടാൻ അതും ഒരു കാരണമാവാറുണ്ട്. അതുകൊണ്ട് ലൈഫിൽ നമ്മൾ എല്ലായ്പ്പോഴും ഇംപ്രൂവ് ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും കോൺഫിഡൻസും, അതുപോലെ നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസും, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ഡേ ബൈ ഡേ നിങ്ങൾ ബെറ്റർ ആക്കി എടുക്കാൻ ശ്രമിക്കുക. അടുത്തത് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് എപ്പോഴും ടെക്സ്റ്റിങ്ങും അതുപോലെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം കുറച്ച് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അടങ്ങിയ കുറച്ച് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസോ, അതുപോലെ പോസിറ്റീവായിട്ടുള്ള ലൈറ്റായിട്ടുള്ള കോൺവെർസേഷൻസോ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നല്ല എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ അവരുമായിട്ട് നല്ല ഫീലിങ്സ് അവരുമായി റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഒരാൾ അയാളുടെ ഫുൾ ലൈഫ് ജീവിച്ച് കാണിക്കുന്നതിലൂടെ നാച്ചുറലി അയാൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആവാറുണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല ജീവിതം, അതിനപ്പുറവും ജീവിതമുണ്ട്. അതുപോലെ തന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ ഹോബീസിലും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും നിങ്ങളുടെ ഫിറ്റ്നസ്സിലും ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടുപോകണമെന്ന് തന്നെയാണെങ്കിൽ അവരുടെ ഫീലിങ്സിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, അവരെ അവരുടെ വഴിക്ക് വിടുക. ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.